കാട്ടിൽ വേട്ടയാടി നടന്നിരുന്ന ആദിമ മനുഷ്യനിൽ നിന്ന് ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പവറും ഇൻ്റലിജൻസുമുള്ള ജീവിവർഗമായി മാറാൻ നമുക്ക് സാധിച്ചു. കാൽനടയായി മാത്രം സഞ്ചരിച്ചിരുന്ന മനുഷ്യനിൽ നിന്ന് നമ്മുടെ ഗ്രഹത്തിൻ്റെ ഏതു ഭാഗത്തും എത്തിച്ചേരാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ ആർജിച്ചെടുത്തു. മനുഷ്യൻ്റെ ആകാംക്ഷയും കൗതുകമൊന്നും അതുകൊണ്ടും തീർന്നില്ല. തീർച്ചയായും ആ ആകാംക്ഷ തന്നെയാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളകളാണ്. നമ്മുടെ ഗാലക്സിയിൽ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അവർക്ക് ഭൂമി പോലുള്ള ഗ്രഹങ്ങളും ധാരാളം ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും നമ്മുടെ നക്ഷത്രത്തിൻ്റെ കുഞ്ഞൻ ഗ്രഹമായ നമ്മുടെ ജന്മഗ്രഹമായ ഭൂമിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഭൂമിക്ക് പുറത്തേക്ക് പുതിയ ലോകങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് മുതൽ അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്ന് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. സൗരയൂഥത്തിൻ്റെ ഏതറ്റം വരെയും എത്താൻ കഴിയുന്ന സ്പേസ് പ്രോബുകളും പ്രപഞ്ചത്തിൻ്റെ ഉള്ളറകൾ കാണാൻ സാധിക്കുന്ന ടെലിസ്കോപ്പുകളും നമ്മൾ നിർമ്മിച്ചു. പ്രോബുകളുടെ ക്യാമറ കണ്ണുകളിലൂടെ സോളാർ സിസ്റ്റത്തിലുള്ള പുതിയ ലോകങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെയൊക്കെ വ്യാപിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ നക്ഷത്രാനന്തര യാത്രകൾക്ക് തയ്യാറെടുക്കുക. ഇനി ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമാണ് മനുഷ്യവംശം പടരാൻ പോകുന്നത്. ശുക്രൻ അഥവാ വീനസ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനാണ്. നിലവിൽ ഈ ഗ്രഹങ്ങളിലൊന്നും ജീവന് വേണ്ട സാഹചര്യങ്ങൾ ഇല്ല. അപ്പോൾ ഭൂമി പോലെ മാറ്റിയെടുക്കണം. അതിൽ വീനസാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതിനർത്ഥം സാധ്യമല്ല എന്നല്ല, നമ്മുടെ ടെക്നോളജി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവണമെന്ന് മാത്രം. പക്ഷേ ഭാവിയിൽ വീനസിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നതിന് ശാസ്ത്രജ്ഞർ ധാരാളം ഐഡിയാസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ തന്നെ വീനസിനെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്നും നമ്മുടെ ഭാവി തലമുറകൾ എങ്ങനെ അവിടെ ജീവിക്കുമെന്നും നോക്കാം. ഭൂമിയും വീനസും പല കാര്യങ്ങളിലും ഒരുപോലെയാണ്. ഭാരം, വലിപ്പം, ഗ്രാവിറ്റി, ഗ്രഹം നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങളിൽ വീനസിന് നമ്മുടെ മാതൃഗ്രഹത്തോട് നല്ല സാമ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വീനസ് ഭൂമിയുടെ സിസ്റ്റർ പ്ലാനറ്റും ടിന്നുമൊക്കെയായി അറിയപ്പെടുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള കാര്യങ്ങൾ ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കേരളത്തിലെ ശരാശരി താപനില 30 ഡിഗ്രിയൊക്കെ ആണല്ലോ. എന്നാൽ വീനസിൽ ഇത് 462 ഡിഗ്രി വരെയാണ്. ഈ കഠിനമായ ചൂടും കട്ടികൂടിയ അന്തരീക്ഷവും വിഷവാതകങ്ങളുമൊക്കെയായാണ് വീനസ് ഇപ്പോൾ നമ്മളെ വരവേൽക്കുക. ഇതുപോലൊരു ഗ്രഹത്തെ എങ്ങനെയാണ് നമ്മൾ ഭൂമി പോലെ മാറ്റിയെടുക്കുക? തീർച്ചയായും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സയൻറ്റിസ്റ്റുകൾ അരനൂറ്റാണ്ടിലേറെ കാലമായി ഇതിനെക്കുറിച്ച് തലപോയിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് പ്രധാനമായും സോൾവ് ചെയ്യേണ്ട 2 പ്രശ്നങ്ങൾ ഗ്രഹത്തിൻ്റെ ചൂടും പിന്നെ അന്തരീക്ഷവുമാണ്. ഇവിടെ ചൂട് 462 ഡിഗ്രി വരെ ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ വീനസിൻ്റെ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ അന്തരീക്ഷം ഭൂമിയിലേതിനേക്കാൾ 93 മടങ്ങ് കട്ടി കൂടുതലുള്ളതാണ്. നമ്മൾ സാധാരണ ബോംബിടുന്നത് ആരെങ്കിലുമൊക്കെ കൊല്ലാനോ എന്തെങ്കിലും നശിപ്പിക്കാനോ ഒക്കെയാണ്. എന്നാൽ വീനസിനെ പുനർജീവിപ്പിക്കാൻ ഹൈഡ്രജൻ ബോംബുകൾ വർഷിക്കുക എന്നതാണ് ശാസ്ത്രജ്ഞരുടെ ക്രേസിയായ ഒരു ഐഡിയ. ഇവിടെ ഹൈഡ്രജൻ ബോംബുകൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡുമായി റിയാക്ട് ചെയ്ത് വെള്ളവും കാർബൺ ക്രിസ്റ്റലുകളുടെ രൂപത്തിൽ ഗ്രാഫൈറ്റും ഉണ്ടാകും. ഇതിലൂടെ വീനസിൻ്റെ 80% വരെ നിറയ്ക്കാൻ കഴിയുന്ന ശക്തമായ മഴ പെയ്യിക്കാൻ നമുക്കാവും. എന്നിരുന്നാലും ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ 10% മാത്രമേ ഇവിടെ ഉണ്ടാവൂ. അതായത് കടലുകൾ ആഴം കുറഞ്ഞതായിരിക്കും. ഇത് നമ്മെ ബാധിക്കാത്ത പ്രശ്നമായതിനാൽ കുഴപ്പമില്ല. പിന്നെ ഇത്രയും അധികം ഹൈഡ്രജൻ ബോംബുകൾക്കുള്ള റിസോഴ്സുകൾ ഭൂമിയിലില്ല. പക്ഷേ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹങ്ങളായ ജൂപ്പിറ്ററും സാറ്റേണും ഹൈഡ്രജൻ കൊണ്ട് നിറഞ്ഞതാണ്. അവിടെ ഒരു സ്പേസ് സ്റ്റേഷനും കുറേ റോബോട്ടുകളുമൊക്കെ വെച്ച് നമുക്ക് ആവശ്യമുള്ള ഹൈഡ്രജൻ കണ്ടെത്താൻ കഴിയും. ഇതിൻ്റെ കൂടെ അയൺ എയറോസോൾ എന്നൊരു വസ്തു കൂടി ആവശ്യമുണ്ട്. ഇത് മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്കുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും മൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ നടക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. മനുഷ്യർ സ്മാർട്ടാണ്. ടെക്നോളജിയും അത്ര വേഗതയിലാണ് വളരുന്നത്. 50-100 വർഷം മുമ്പ് പോയി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെ കുറച്ച് പേരോട് പറഞ്ഞാൽ അവർ അത് വിശ്വസിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെയുള്ളൂ ഇതും. 50 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ നമ്മൾ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പോലെ വിവിധ ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകൾ സർവ്വസാധാരണമായിരിക്കും. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതനുസരിച്ച് നടന്നാൽ വീനസിൻ്റെ ഭൂമിയേക്കാൾ 93 മടങ്ങ് കട്ടിയുള്ള അന്തരീക്ഷം വെറും 3 മടങ്ങിലേക്ക് ചുരുങ്ങും.
അതുപോലെ സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുള്ള മേഘങ്ങളെയും ക്ലിയർ ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും. ഇപ്പോൾ അന്തരീക്ഷത്തിൻ്റെ കാര്യം ഏകദേശം സെറ്റായി. ഇനി ചൂട് കുറയ്ക്കണം. ഇതിനായി വീനസിൻ്റെ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് ധാരാളം സാറ്റലൈറ്റുകളോ വലിയൊരു ലെൻസോ വെച്ച് പ്രകാശം തടയണം. ഇതുകൂടി വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചാൽ വീനസ് തീർച്ചയായും തണുക്കും. ഇതിനു പുറമെ വീനസിൻ്റെ മുകളിൽ പറന്നു നടക്കുന്ന ഫ്ലോട്ടിംഗ് സിറ്റീസ് നിർമ്മിക്കാൻ നാസ പദ്ധതിയിടുന്നുണ്ട്. ജീവനില്ലാത്ത ഒരു ഗ്രഹത്തെ മാറ്റിയെടുക്കുന്നതിനാണ് ടെറാഫോമിംഗ് എന്ന് പറയുന്നത്. വീനസിനെ ടെറാഫോം ചെയ്യുന്ന കാലയളവിൽ നമുക്ക് സേഫായി ജീവിക്കാനും കാര്യങ്ങൾ പഠിക്കാനും ഈ ആകാശ കൊട്ടാരങ്ങൾ വളരെയധികം സഹായകമാവും. അതുപോലെ ഗ്രഹത്തെ പെട്ടെന്ന് തണുപ്പിക്കാൻ കൂളിംഗ് പൈപ്പ്സ് കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിലൂടെ ചൂട് കൂടിയ ഭാഗങ്ങളിലെ ചൂട് വലിച്ചെടുത്ത് അന്തരീക്ഷത്തിൻ്റെ തണുത്ത ഭാഗങ്ങളിലേക്ക് എത്തിച്ച് താപനില നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷവും പാകത്തിന് ചൂടും വെള്ളവും ശുദ്ധവായുവും ഒക്കെയായി. എന്നാൽ ഒരു പ്രശ്നം കൂടി ബാക്കിയുണ്ട്. വീനസിൻ്റെ രാത്രിക്കും പകലിനും നല്ല നീളം കൂടുതലാണ്. ഭൂമി 24 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം പൂർത്തിയാക്കുമ്പോൾ വീനസിന് 243 ദിവസം വേണം. അതുപോലെ ഭൂമി കറങ്ങുന്നതിൻ്റെ എതിർ ദിശയിലാണ് വീനസിൻ്റെ കറക്കം. അതുകൊണ്ട് ഇവിടെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുകയും കിഴക്കസ്തമിക്കുകയും ചെയ്യുന്നതായി ഫീൽ ചെയ്യും. അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ഒരു ദിവസം കഴിയാൻ 243 ദിവസം എടുക്കുമെന്നത് നമ്മൾ ഒരിക്കലും അഡ്ജസ്റ്റബിൾ ആവില്ല. പക്ഷേ അതിനും സയൻറ്റിസ്റ്റുകൾ ഐഡിയാസ് കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യനും വീനസിനുമിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ കണ്ണാടികൾ വെച്ച് അവയെ നമുക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചാൽ കൃത്യമായി 24 മണിക്കൂർ ഡേ സൈക്കിൾ സൃഷ്ടിക്കാനാവും. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഇപ്പോൾ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹത്തെ നമുക്ക് ജീവിക്കാൻ പാകത്തിന് മാറ്റിയെടുക്കാൻ സാധിക്കും. ഗ്രാവിറ്റി ഒരു പൊടിക്ക് കുറഞ്ഞാലും തല തിരിഞ്ഞ് കറങ്ങിയാലും വീനസും നമ്മുടെ വീടായ ഭൂമി പോലെ തന്നെ ഫീൽ ചെയ്യും.